ഹായ് എവരിവൺ, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ലുലു മോളിൽ പോവുകയാണ്. ലുലു മോൾ ഫ്ലവർ ആൻഡ് പെറ്റ് ഷോ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ലുലു മോളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. മസനഗുഡി വഴി ലുലു മോളിലേക്ക് ഒരു യാത്ര ഭയങ്കര എക്സ്പ്ലോറേഷൻ ആണ്. അല്ല, ജസ്റ്റ് ഒന്ന് എന്താ ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് മേടിക്കാന്ന് വെച്ചിട്ട് പോവാണ് അല്ലേ മമ്മി? പെറ്റ്സ് ഒക്കെ കാണാൻ പോവാണ് അല്ലേ? എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ നല്ലൊരു എലിഫൻറ്റ് ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ക്ലോത്തിൻ്റെ ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ രീതിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഴ്സൊക്കെ വന്നിരിക്കുന്നത് ഈ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് മേടിക്കാൻ. അതുപോലെ തന്നെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതാണ് ലവ് ലാബിൻ്റെ റീഗൽ ബേബി സ്ട്രോളർ. ന്യൂബോൺ മുതൽ 15 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. കുട്ടികൾക്ക് നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന 5 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ അവർ കുറച്ചുകൂടി ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഡിറ്റാച്ചബിൾ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോളറിൽ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റിനും ഇതുപോലെ സെയിം ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അടുത്തതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ആൻഡ് ഡിറ്റാച്ചബിൾ കാനപ്പിയാണ്. ഇത് നമ്മൾക്കൊരു സിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ലുക്കിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് കുട്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നോക്കാം കുഞ്ഞിന് എങ്ങനെയാണ് കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം.
പിന്നെ ബാക്കിലൊക്കെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു ബാക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് ഐറ്റംസ് ഇല്ലേ അതൊക്കെ അവിടെ വെക്കാം. അടുത്ത എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. അതിൽ കുഞ്ഞിൻ്റെ ടോയ്സ്, നമ്മുടെ ബാഗ് ഇതൊക്കെ അതിലിട്ട് നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം. റിയർ വീൽ സേഫ്റ്റി ബ്രേക്സ് ആണ് മറ്റൊരു പ്രത്യേകത. ഫ്രണ്ട് വീൽസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി സ്വെൽ വീൽസ് ആണ് കേട്ടോ. ഇതൊരു 2-in-1 കൺവേർട്ടബിൾ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ബേസ്നെറ്റ് മോഡുണ്ട്, അതായത് നാപ്പ് ടൈം കുഞ്ഞുങ്ങളെ കിടത്തി നല്ലോണം സുഖമായിട്ട് ഉറക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് മോഡ്. നെക്സ്റ്റ് മോഡ് സീറ്റിംഗ് മോഡാണ്, അതായത് കുഞ്ഞുങ്ങളെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാനും പറ്റും. അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്ന ഈ ബേബി സ്ട്രോളർ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല ഇതിലൊരു ലോക്ക് സിസ്റ്റം കൂടെ ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ലുലു മോളിൽ നിന്ന് വന്നത് പെറ്റ് സെക്ഷൻ കാണാനാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അങ്ങനെ പെറ്റ് സെക്ഷൻ എത്തി. ഇവിടെ പൈത്തണും വൈറ്റ് പൈത്തണും അതുപോലെ നമ്മുടെ മക്കാവും ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എഗ്വേന ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് മെക്കാവിനെ മാത്രമാണ്. ബാക്കിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കാണാൻ തന്നെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാം, പേയബിൾ ആണത്. 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ അനിയൻ ഭയങ്കര ധൈര്യശാലിയായതുകൊണ്ട് ആ പാമ്പിനെ കഴുത്തിൽ കൂടെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ക്യാമറ പിടിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. കാരണം അത് ഇങ്ങനെ എഴയുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് പേടിയായിട്ട്. മുഖം കണ്ടാൽ ഭയങ്കര ഭീകരനായിട്ട് തോന്നുമെങ്കിലും ഒരു പാവമാണെന്ന് എൻ്റെ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആന്തൂറിയംസും അതുപോലെ വേറൊരു പ്ലാന്റ് എടുത്തിട്ട് ബൊഗൈൻവില്ല പോലെയാണ്, പേര് ഞാൻ മറന്നുപോയി.
ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ഇനി ബാക്ക് ടു ഹോം. ഇവിടെ മനുഷ്യൻ അധ്വാനിക്കുന്ന വീഡിയോ എടുത്ത് ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കി വൈറലാക്കുന്ന ചില നിന്നെ തന്നെ നമ്മളെടുത്ത് ആന്തൂറി ഇത് റെഡ് അല്ലേ, ഇതൊരു എന്താടാ ഇതിൻ്റെ കളർ? മെറൂൺ അല്ലേ, മെറൂൺ കളർ. ലിവർ റെഡ് അല്ലേ, ലിവർ റെഡ് കളറാണിത്. പിന്നെ റെഡ് ആന്തൂറിയും ഇത് പക്ക റെഡാണ്. റെഡ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാലിയ, കുഞ്ഞു ഡാലിയ മേടിച്ചിട്ടുണ്ട്. പിന്നെന്തോ ഇവിടെ അധ്വാനിക്കുന്ന ഒരു ജനം ഉണ്ട് ഇവിടെ. താങ്ക് യു. ഇങ്ങ് തന്നെ ഇത് അവിടെ നിന്ന് മേടിച്ചു. ഇതിൻ്റെ പേരെന്തുവാടാ? ബൊഗൈൻവില്ല അല്ലേ ഇത് പേര്? പിന്നെ ഒരു ബിഗ് ഡാലിയ. നല്ല രസമുള്ള ഒരു റാണി പിങ്ക് കളറാണ് അല്ലേടാ? പിന്നെന്ത് കളറാ അത്? റാണി പിങ്ക് അല്ല, പിങ്ക് കളറാണ്. സൂക്ഷിച്ച്. എന്തിനാ നീ പണിയെടുക്കുന്നത്? ശരി, എന്തിനാ പണിയെടുക്കുന്നത്? ഫ്ലവേഴ്സൊക്കെ അമ്മയ്ക്ക് ഫ്ലവേഴ്സൊക്കെ പിടിക്കാൻ വേണ്ടിയാണോ നീ ഇത്ര കഷ്ടപ്പെടുന്നത്? പിന്നെ എനിക്കാണോ ഇവിടെ ചക്കര നീ കഷ്ടപ്പെടുന്നത്? ശരി, ഞാൻ അറിഞ്ഞില്ലടാ ചക്കര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.